ഓക്കെ, നാലാമത്തെ പാഠം. ഓക്കെ, നാലാമത്തെ പാഠം ഹാ ആയിരുന്നു അല്ലേ? നിങ്ങളെല്ലാം ഒന്ന് തുറന്നു വെക്കാം കേട്ടോ. ഓക്കെ, ആ പാഠഭാഗം തുറന്നോ? ഓക്കെ, അപ്പൊ ആ പാഠഭാഗം നമ്മൾ ഇതിനു മുമ്പ് നമ്മളെ സാറൊക്കെ നമ്മളെ ക്ലാസ്സിൽ ചർച്ച ചെയ്താണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ 1, 2 ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഏതൊക്കെ പാഠങ്ങളാണ്? മെയിനായിട്ട് ഏതൊക്കെ പാഠങ്ങളിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്? ഓർമ്മ ഉണ്ടോ? ഇന്നലെ എടുത്ത പാഠഭാഗം ഏതായിരുന്നു? അതായത് സിഫാത്തുൽ ഹുറൂഫി എന്ന 2ാം പാഠവും അതിന്റെ തന്നെ ബാക്കിയായ അസിഫാത്തു വൽ ഹുറൂഫ് അല്ലെ, അസിഫാത്തു വൽ ഹുറൂഫ് എന്നുള്ള 3ാം പാഠവുമാണ് നമ്മൾ ഇന്നലെ. അതിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ, പരമാവധി ചോദ്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അല്ലെ? 2018 മുതൽ 2022 വരെയുള്ള 23, 24 പിന്നെ സാർ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത് കൊണ്ട് അതിൽ വന്ന ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇനി ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് 1ാം പാഠം ഫളായിലു തിലാവയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ? എന്തൊക്കെയായിരുന്നു ഫളായിലു തിലാവയിൽ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? അതിലെ 2 ഹദീസുകൾ പഠിക്കാനുണ്ട്, പ്രധാനപ്പെട്ട 2 ഹദീസുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അല്ലെ? അതിലൊന്നെന്തായിരുന്നു? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു അല്ലെ? നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ആരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ അല്ലെ? അതൊരു പോയിന്റ് ആയിരുന്നു. അതേപോലെ വളരെയേറെ പുണ്യമായ അമലാണത് ഏത്? അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യത അല്ലെ? 1ാം പാഠത്തിൽ ശ്രദ്ധിക്കും മക്കളെ. നമ്മളെ പൊതുപരീക്ഷയ്ക്ക് സാധാരണ മറ്റു വിഷയങ്ങളിലൊക്കെ അവസാന ഭാഗത്തുനിന്ന് കൂടുതൽ ചോദ്യം ഉണ്ടാകും അല്ലെ? എന്നാൽ ഈ പൊതുപരീക്ഷയ്ക്ക് നമ്മുടെ തജ്വീദിൽ നിന്ന് 1ാം പാഠത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ അല്ലെ? വ്യത്യസ്ത പേപ്പറുകളിൽ ഓരോ വ്യത്യസ്തങ്ങളായ വർഷങ്ങളിലും വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പാഠഭാഗത്തിലെ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ പാഠഭാഗം നല്ല നമ്മൾ മനസ്സിലാക്കി പോകണം കേട്ടോ. നമ്മൾ കൊല്ല പരീക്ഷക്കും അരക്കൊല്ല പരീക്ഷക്കും ഒക്കെ നമ്മൾ അല്ലെ, ഹാഫ് ഇയർ പരീക്ഷ കഴിഞ്ഞപ്പോൾ അതിലൊക്കെ നമ്മൾ എന്തായിട്ടുണ്ടോ പഠിച്ച പാഠഭാഗം ആയതുകൊണ്ട് നമുക്ക് എളുപ്പമായി കയറാം. അപ്പൊ അതിൽ പറഞ്ഞ അത് ഈ ഖുർആനിന്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളൊക്കെയാണ് അതിൽ ചർച്ച ചെയ്തിട്ടുള്ളത് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും വളരെയേറെ പുണ്യമായ അമലാണത് ഏത് എന്ന് ചോദിച്ചാല് വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും ആണ് വളരെയേറെ പുണ്യമുള്ള കാര്യം അല്ലെ? അങ്ങനത്തെ ഒരു അമലാണത്. അങ്ങനെ ചോദ്യം വരാം. അതുപോലെ നമ്മൾ പറഞ്ഞു ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു അല്ലെ? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. ആ ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു ഹദീസ്, അത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അൽ മാഹിറു ഫിൽ ഖുർആനി, അത് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ടാവും അല്ലെ? പറഞ്ഞു നോക്കൂ. അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? ഖുർആനിൽ നൈപുണ്യം നേടിയവർ ഖിയാമത്ത് നാളിൽ സഫറത്ത് എന്ന അല്ലെങ്കിൽ സഫറ എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെയായിരിക്കും സ്വർഗത്തിൽ വസിക്കുക അല്ലെ? അപ്പൊ അതിൽ തന്നെ നമുക്ക് സാർ മുഹമ്മദ് സാർ ഉസ്താദ് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തന്നിരുന്നു അല്ലെ? ആ ഒരൊറ്റ സെന്റൻസിൽ തന്നെ. അപ്പൊ ക്വസ്റ്റ്യന് ആൻസർ ഒന്നും ഉണ്ടായിക്കാരം, പക്ഷെ അത് തിരിച്ചു മറിച്ചൊക്കെ അതിന്റെ ആ ഭാഗം ഈ ഭാഗമൊക്കെ ആക്കി ചോദിക്കും അല്ലെ? ഓക്കെ, പിന്നെ അപ്പൊ ആ ഭാഗങ്ങൾ പഠിച്ചിട്ട് ഞാൻ ഉസ്താദ് പഠിച്ചത് നമ്മൾ ഒന്ന് റിമൈൻഡ് ചെയ്ത് പോകട്ടോ, ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പോവാണ്. അത് വിശദീകരിക്കല്ല, പറഞ്ഞ് നമ്മൾ പഠിച്ചു പോയതാണ് അല്ലേ? നിങ്ങൾ നോട്ടൊക്കെ എഴുതി കാണിച്ചു തന്ന ഭാഗമാണ്. എന്നാലും ഒന്നുകൂടി നമ്മൾ മനസ്സിൽ ഉറക്കാൻ വേണ്ടി ഒന്ന് തരണം കേട്ടോ. അതുപോലെ അന്ത്യനാളിൽ ശുപാർശകനായി വരും ഏത് അല്ലെ? അന്ത്യനാളിൽ ശുപാർശകരായിട്ട് വരും ഏത് എന്ന ചോദ്യം ഉണ്ടാവാറുണ്ട്. അതിന്റെ ചോദ്യം എന്താണ്? ഖുർആൻ അല്ലെ? കാരണം ഒരു എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പാരായണം ചെയ്യുക, അത് ഓതുന്നവർക്ക് എന്താണ് ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ അത് വരുന്നതാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഒരു ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ പിന്നെ എന്താണ് ഓതുന്ന ആളുകൾക്ക് അത് ശുപാർശകരായി ഖിയാമത്ത് നാളിൽ വരും. അത് നമ്മൾ പഠിച്ചു. അതുപോലെ മറ്റൊരു ഭാഗം
അതായത് ഇതിൽ ഓരോ വരികളും എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ് അർത്ഥം അല്ലെ. ഇതിൽ ഓരോ വരികളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരുന്നു ഖുർആൻ അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്ത ഹൃദയം ഏതുപോലെയാണ് ചോദിക്കാറുണ്ട് അല്ലെ. ശൂന്യമായ വീട് പോലെയാണ്, ഹൃദയം ശൂന്യമായ വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഹദീസ് കാണാം. അപ്പൊ നമ്മൾ അതിൽ നിന്ന് വേറെ ചോദ്യം ഉണ്ടായാലും എങ്ങനെയാണ്, ഹൃദയം ശൂന്യമായ വീട് പോലെയാണ് ആരുടെ അല്ലെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയാ, അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാഠമില്ലാത്തവന്റെ ഹൃദയം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമുക്ക് അതിൽ ആ വാരിയിൽ നിന്നും ചോദ്യങ്ങൾ വരാം. പിന്നെ ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് എന്ന സെന്റൻസിൽ ചോദിക്കാറുണ്ട് അല്ലെ. ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യം, ഒരു പ്രദേശത്ത് ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. എങ്ങനത്തെ ആള് അല്ലെ, ഖുർആൻ മനഃപ്പാഠമുള്ള അല്ലെ. അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുപോലെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ് എന്ന ഭാഗത്തുനിന്ന് 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അൽ മാഹിറു ബിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ അല്ലെ, ആ പറഞ്ഞ ഹദീസ് 2018, 21, 24 ഇതിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഭാഗമൊക്കെ ഒന്ന് നിങ്ങൾ ക്ലിയർ ആക്കി മനസ്സിലാക്കി പോകണം. പിന്നെ നമുക്ക് സാർ പറഞ്ഞത് മറ്റൊരു പോയിന്റ് ആണ് അല്ലെ, നമ്മള് പതിവായി അതായത് ഡെയിലി നമ്മൾ ഓതേണ്ട ചില സൂറത്തുകൾ, പ്രധാനപ്പെട്ട സൂറത്തുകൾ അല്ലെ. നമുക്ക് ഖബറിൽ ശുപാർശകനായി വരുന്ന ഒരു സൂറത്തുണ്ട്, ഡെയിലി നമ്മൾ പതിവാക്കി ഓതാണെങ്കിൽ. അതിനെ കുറിച്ച് മുത്തനബി എന്താ പറഞ്ഞത്, ഖുർആനിൽ പിന്നെ ഒരു സൂറത്തുണ്ട്, അത് 30 ആയത്തേ ഉള്ളൂ അല്ലെ. അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. ഏതാണ് സൂറത്ത്, നിങ്ങൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും, സൂറത്തുൽ മുൽക്ക് അല്ലെ. സൂറത്തുൽ മുൽക്കാണത് അല്ലെ. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. അതുപോലെ പിന്നെ പതിവാക്കൽ സുന്നത്തുള്ള സൂറത്തുകൾ കുറച്ച് നമ്മൾ എണ്ണി പറഞ്ഞിരുന്നു അല്ലെ. നമുക്ക് പറഞ്ഞില്ലേ, എന്താണ് സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹ, സജദ, യാസീൻ, റഹ്മാൻ, വാഖിയ, മുൽക്ക്. അപ്പൊ അതിന് 6 ആയി. പിന്നെ അൽ ഇഖ്ലാസ്, അൽ മുഅവ്വിദത്തൈൻ. അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാല് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. അതുപോലെ മുഅവ്വിദത്തൈൻ എന്ന് പറഞ്ഞാല് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് അല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ വന്ന, അതായത് സൂറത്ത്, ഇത് സൂറത്തുകളാണ് ഇപ്പൊ പറഞ്ഞ അല്ലെ. ഇതേപോലെ തന്നെ എന്തുകൊണ്ട് നമ്മുടെ പിന്നെ അത് ആയത്തുകളുണ്ട്, ചില ആയത്തുകൾ. അപ്പൊ ആയത്തുകൾ ചോദിച്ചാലും ചില കുട്ടികൾ അത് മാറി എഴുതാറുണ്ട്. ആയത്തുകൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ സൂറത്തിന്റെ പേര് എഴുതും. അപ്പൊ രണ്ട് ഡിഫറെന്റ് ആയി കൊടുക്കുമ്പോൾ ഡിഫറൻസ് അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണ്ടോ. ആയത്തുകളാകുമ്പോൾ ആയത്തുകൾ 3 ആയത്തുകളെ നിങ്ങൾ പുസ്തകത്തിൽ പരിചയപ്പെടുത്തി. ഏതൊക്കെയാണത്, ഇപ്പോൾ ഓതുന്ന ആയത്തുൽ കുർസി അല്ലെ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി. അതുപോലെ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശ്യത്തില്ലാഹ് എന്ന് തുടങ്ങുന്ന ലൗ അൻസൽനാ. നിങ്ങൾ 4ാം ക്ലാസ്സിൽ ഹിഫ്ള് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതുപോലെ മറ്റൊരു ആയത്താണ് ആമിന റസൂലു. അതും നമ്മൾ ഹദ്ദാദ് റാത്തീബിലൊക്കെ ചൊല്ലാറുണ്ടല്ലോ അല്ലെ. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളാണ് കേട്ടോ, ആമന റസൂലു ബിമാ ഉൻസില ഇലൈക എന്ന് തുടങ്ങുന്നത്. അപ്പോൾ പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു. ആയത്തുൽ കുർസി, ആമന റസൂലു, ലൗ അൻസൽന. സൂറത്തുകൾ നമ്മൾ പഠിച്ചു, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തു സജദ, അതുപോലെ യാസീൻ സൂറത്ത്, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, അൽ ഇഖ്ലാസ്, അതുപോലെ അൽ മുഅവ്വിദത്തൈൻ അല്ലേ. അൽഹംദുലില്ലാഹ്, അതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു പിന്നെ ചോദിക്കാറുള്ള ചോദ്യമാണ് ഇതിൽ നിന്ന് 1ാം പാഠത്തിൽ നിന്ന് മനഃപ്പാഠം. പിന്നെ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു അമല് പിന്നെ അതേതാണ്, ഖുർആൻ പഠിക്കലും. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് പറഞ്ഞില്ലേ നേരത്തെ, അതിന്റെ ആശയം. അതായത് ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും മനഃപ്പാഠമാക്കലും വളരെ ശ്രേഷ്ഠമുള്ളതാണ്. അങ്ങനെ ചോദ്യം വരാം. അതുപോലെ എല്ലാ ദിവസവും നാം പാരായണം ചെയ്യണം. എന്തിനാ വെച്ചാൽ ഖുർആൻ. ഇങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ ചോദ്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് 1ാം പാഠവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലെ. അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണ് പ്രധാനപ്പെട്ട ഭാഗം. നമ്മൾ ചോദ്യപേപ്പറൊക്കെ നോക്കിയിട്ട് നമ്മൾ ചർച്ച ചെയ്ത ഭാഗം ഏതാണ്, സിഫാത്തുൽ ഹുറൂഫി അല്ലെ, 2ാമത്തെ പാഠം. അതുപോലെ 3ാമത്തെ പാഠവും അസിഫാത്തു വൽ ഹുറൂഫും, അറബി അക്ഷരങ്ങളുടെ പിന്നെ സിഫത്തുകളും അതിന്റെ അക്ഷരങ്ങളും അതിന്റെ സിഫത്തുകളും അല്ലെ. സിഫത്ത് പറഞ്ഞാൽ ഹംസ്, റിഹ്വ്, ഇസ്തിഅലാ, ഇത്ബാഖ്, അതുപോലെ ഖൽഖലത്ത്. ഇങ്ങനെ 5 സിഫത്തുകളാണ് നമ്മളെ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. ഇനിയും സിഫത്തുകളുണ്ട്. നിങ്ങൾ 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഈ 5 പ്രധാനപ്പെട്ട സിഫത്തുകളാണ്. അതിന്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അതിന്റെ ഉദ്ദേശം അല്ലെ, അതിന്റെ ഉദ്ദേശവും നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്
ഹംസി എന്താണ് മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ, അതാണ് ഹംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഹുവിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. റിഹു എന്താണ് മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായ ശബ്ദം നടക്കൽ അല്ലെ. അതേപോലെ ഇസ്തിഅല എന്ന് പറഞ്ഞാലോ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ, അതാണ് ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരുക എന്നാണെങ്കിൽ ഇസ്തിഅല അല്ലെ. അതുപോലെ ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, നാവിന്റെ മധ്യഭാഗം എന്ത് ചെയ്യാം, അണ്ണാക്കിലേക്ക് ചേർന്ന് വരാം അല്ലെ. ഉദാഹരണം വൈ നമ്മള് പിന്നെ സ്വാദ് ലോദ് അതുപോലെ അല്ലെ 4 അക്ഷരങ്ങളാണ് ഇത്ബാഖിനുള്ളത്. അതിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. 2018-ലും 2013-ലും നമ്മൾ ഇന്നലെ 19-ലും ചർച്ച വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൽക്കലത്ത് അല്ലെ. കൽക്കലത്ത് എന്ന് പറഞ്ഞതാണ് അതിന്റെ അക്ഷരങ്ങൾ പഠിച്ചൊക്കെ, ഈ കുറഞ്ഞ അക്ഷരങ്ങളിൽ പ്രധാനപ്പെട്ട സിഫത്തുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ നമ്മളൊക്കെ എപ്പോഴും മനസ്സിലാക്കിയതുപോലെ അല്ലെ, അതായത് ഖാഫ് ത്വാ ബാ ജീം. അപ്പൊ ഇതാണ് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ. ഇത്ബാഖിൻ്റെത് 4 അക്ഷരങ്ങൾ പറഞ്ഞു, സ്വാദ് ത്വാ ലോദ് അല്ലെ. അൽഹംദുലില്ലാ. അതുപോലെ ഇസ്തിലാന്റെ അക്ഷരം വളരെ സിമ്പിൾ ആയി നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നീട് നമ്മൾ ഇസ്തിലാന്റെ അക്ഷരങ്ങൾ പഠിച്ചു. എന്താണ് അല്ലെ. എത്ര അക്ഷരങ്ങളുണ്ട് ഇസ്തിലാന്? 7 അക്ഷരങ്ങളുണ്ട് അല്ലെ. സ്വാദ് ലോദ് ആയിൻ ത്വാ ഖാഫ് ളാ. ഇത് ഇസ്തിലാന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. എന്താണ് ഇസ്തില എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ അല്ലെ. ഇതാണ് ഇസ്തില. അതിന്റെ അക്ഷരങ്ങളാണ് അതുപോലെ പിന്നെ റിഹ്വ് നമ്മൾ പറഞ്ഞ റിഹ്വിന്റെ അക്ഷരങ്ങളാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അതിന് നമ്മൾ പഠിക്കേണ്ട മാർഗം പറഞ്ഞിരുന്നു. അതൊക്കെ പഠിക്കാനുള്ള മാർഗമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച അക്ഷരങ്ങൾ. അതുപോലെ ഹംസിന്റെ അക്ഷരങ്ങൾ പഠിക്കാൻ നമ്മൾ പറഞ്ഞത് അല്ലെ, ആ രൂപത്തിൽ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതിന്റെ ഉദ്ദേശങ്ങളും ഇതിന്റെ അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ചോദ്യം വന്നത് ഹംസിന്റെ അക്ഷരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇസ്തിഅല ഇത്ബാഖ് ഇവയുടെ നിർവചനം ഉദ്ദേശം എന്താണ് ചോദിച്ചിട്ടുണ്ട്. കൽക്കലത്തിൻ്റെതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ ഇവയുടെ അക്ഷരങ്ങളും നമ്മൾ പ്രധാനമായിട്ടുള്ള ഈ രൂപത്തിൽ ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പഠിക്കാനുള്ള അതുപോലെ അല്ലെ ഇത്ബാഖിന്റെ 4 അക്ഷരങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് വേഗം മനപ്പടാക്കുക. അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയതാണ് കേട്ടോ. അതേപോലെ 2ാം പാഠത്തും നമ്മൾ ഇന്നലെ പറഞ്ഞത് സിഫാത്തുൽ ഹുറൂഫില് മഖ്റജ് എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞു അല്ലെ, ഉത്ഭവസ്ഥാനം എന്നാണ്. അതുപോലെ ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന 2 അക്ഷരങ്ങൾ ചിലപ്പോൾ ത്വാഇന്റെ അതേ മഖ്റജിൽ വരുന്ന മറ്റൊരു അക്ഷരം സെലക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ താ എന്നുണ്ടാവും. അപ്പൊ താ നമ്മൾ തിരഞ്ഞെടുക്കുക. അതേപോലെ സ്വാദിന്റെ മഖ്റജിൽ നിന്ന് വരുന്ന ഒരേപോലെ മറ്റൊരു അക്ഷരം സീൻ എന്നും ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാം. പിന്നെ ചോദിക്കാനുള്ള 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. അതിന് ശേഷം വന്നത് ചോദ്യം വന്നത് 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ ഇല്ല ഏത് സിഫത്ത് അല്ലെ. സിഫത്തിനെ കുറിച്ച് എന്താ പറയാ, 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ ആയിട്ട് ഒരു അക്ഷരവുമില്ല. അപ്പൊ ഒരു അക്ഷരത്തിൽ ചുരുങ്ങിയത് 5 സിഫത്തുകൾ ഉണ്ടാവാം, 7ൽ കൂടുതൽ ഉണ്ടാവുകയുമില്ല. ഈ പോയിന്റ് മനസ്സിലാക്കുക. അതുപോലെ 2ാം പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു സിഫത്തുകൾ എന്നാൽ എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്ക് അല്ലെ, ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ എന്തുകൊണ്ടാണ് വേർപിരിയുന്നത് ചോദിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ത്വാവും താവും എങ്ങനെയാണ് വേർതിരിയുന്നത്? രണ്ടിനും ഒരേ മഖ്റജ, പക്ഷെ ആ സിഫത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് അല്ലെ. അപ്പൊ സിഫത്തുകൾ കൊണ്ടെന്നാണ് അതിന്റെ ആൻസർ വരിക. അതും ചിലപ്പം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 1, 2, 3 പാഠങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത്. പിന്നീട് 4ാമത്തെ പാഠം നമ്മൾ സാറ് നമുക്ക് മനസ്സിലാക്കി തന്നിരുന്നു അല്ലെ. ഓക്കെ, ആ 4ാമത്തെ പാഠം അൽ ഹാവ്, അത് നമ്മൾ ചോദ്യപേപ്പർ ചർച്ച ചെയ്ത് തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ പാഠം ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് അത് കണ്ണുടിച്ച് പോലെ ആ ഭാഗത്തിലൂടെ 5ഉം 6ഉം നമ്മൾ പഠിച്ചു. അതായത് ഹംസത്തുൽ വസ്ല് ഹംസത്തുൽ ഖത്ത് നമ്മൾ വിശദമായി പഠിച്ചതാണ്. അതായത് 5ാമത്തെയും 6ാമത്തെയും പാഠം. അപ്പൊ നമുക്ക് ഇനി 7ാമത്തെയും 8ാമത്തെയും പാഠം ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്നു. അതായത് 7ാമത്തെ പാഠം അൽ വഖഫ് അല്ലെ, വഖഫിന്റെ പാഠമാണ്. 8ാമത്തെ പാഠം വഖഫിന്റെ അടയാളങ്ങളും വ്യാഖ്യാനങ്ങളും. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യണം. അതിൽ നിന്ന് വന്ന ചോദ്യങ്ങളും ചർച്ച ചെയ്യണം കേട്ടോ.
അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ഇനി ഉസ്താദ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോകണം ഇൻഷാ അള്ളാ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എന്താണ് ഇതില് ഈ നാലാമത്തെ പാഠമുണ്ടല്ലോ അൽ ഹാവ്, അതിൽ നിന്ന് വന്ന ചോദ്യം ഒന്നുകൂടി പറഞ്ഞ് അതിൽ വരാൻ സാധ്യത രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഒന്നുകൂടി സൂചിപ്പിച്ച് നമുക്ക് മറ്റേ ഭാഗങ്ങളിലേക്ക് അടുത്ത പാഠങ്ങളിലേക്ക് പോകട്ടോ. അപ്പൊ ഇൻഷാ അള്ളാ നമ്മളെ പാഠഭാഗത്തിലെ നാലാമത്തെ പാഠം നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ വന്ന ചോദ്യങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കാം അല്ലെ. 2018 ചോദ്യം കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, 2018 ചോദ്യ പേപ്പറിൽ നിന്ന് നമ്മൾ ഇതിൽ വന്ന, അതായത് നാലാമത്തെ പാഠം ഒന്നും കൂടി ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ചോദ്യം അതിൽ നമ്മൾ ചർച്ച ചെയ്ത് പോട്ടോ. അപ്പോ 2018 ഈ ചോദ്യ പേപ്പർ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. പിന്നെ ഇതില് ഒന്നിൽ യോജിപ്പിക്കാം എന്ന ചോദ്യ പേപ്പറിൽ ഉണ്ടോ, ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനില്? കസീറത്തുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നൊരു ചോദ്യം എന്താണ്? കസീറത്തുൻ എന്നതിലെ ഹാവ്, കസീറത്തുൻ എന്നതിലെ ഹാവ് ഏത് ഹാ ആണ്? അപ്പൊ നിങ്ങൾ മുമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ പാൻ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പാൻ എടുത്തിട്ട് നോട്ടിൽ ഈ ചോദ്യത്തിന് ആൻസർ എഴുതിക്കൊള്ളട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് ചർച്ച ചെയ്യാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളെ നോട്ടിൽ 1, 2 അങ്ങനെ ഇട്ടാൽ മതി. ഇതിലുള്ള ക്വസ്റ്റ്യന്റെ നമ്പർ ഇടേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് എടുത്തിട്ട് പെൻസിൽ എടുക്കുക, പെൻസിലോ പേൻ എടുത്തിട്ട് 1 നമ്പർ ഇടാം. ഇന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, ഇത് നിങ്ങൾ ഇത് നേരത്തെ ഇന്നലൊക്കെ ചെയ്തതുപോലെ നല്ല മക്കളാണ് എല്ലാവരും, നല്ല ഉഷാറായിട്ട് നല്ല ആംഗിൾ റേറ്റിലോട് കൂടെ നല്ല എയ്ത്തൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷം കേട്ടോ. അൽഹംദുലില്ലാ, നല്ല മിടുക്കന്മാരാണ് എല്ലാവരും. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വർക്കുകളൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്യണത് നമ്മളെ നിങ്ങളും ഉസ്താദിന്റെ കൂടെ ആക്ടിവിറ്റിയിൽ ചെയ്യണം. അപ്പോഴാണ് നമുക്കിത് വേഗം മനസ്സിൽ എന്ത് ചെയ്യുള്ളൂ, തറവാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉസ്താദ് പറഞ്ഞിങ്ങനെ കേട്ട് പോയാൽ ചിലതൊക്കെ കയറിയിട്ടുണ്ടാവും, ചിലതൊക്കെ മറന്നു പോകും. അപ്പൊ നിങ്ങൾ നോട്ട് എടുക്കുക. നിങ്ങൾ ചോദ്യം എഴുതേണ്ടതില്ല, ഉസ്താദ് പറയുമ്പോൾ അത് ചോദ്യം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ആൻസർ ചെയ്താൽ മതി. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, കസീറത്തുൻ എന്നതിലെ ഹാവ്, നമ്മൾ 3 തരം ഹാവുകളാണ് പഠിച്ചത് അല്ലെ പാഠത്തില്. അല്ലെ, ഇങ്ങനെ നമ്മൾ 3 ഹാവുകളെ കുറിച്ചാണ് പാഠഭാഗത്തില് പിന്നെ പഠിച്ചത്. അപ്പൊ ഇതിൽ ഏത് ഹാ ആണ് എന്നാ ചോദിക്കുന്നത്. കസീറത്തുൻ എന്നതിൽ ഹാ ഏതാന്ന് എഴുതി കൊടുക്കട്ടോ. ഹാ ഉത്തൈനീസ് ജീം ഖൈറുക്കും 14 ഉൽബസ്ഥാനും സാ. അപ്പൊ ഇത് വളരെ സിമ്പിളായ ചോദ്യമാണ് ഇതില്. ഓക്കെ, കസീറത്തുൻ എന്നതിലെ ഹാ. ഓക്കെ, എഴുതിയല്ലേ, എഴുതിയിട്ടുണ്ടോ വിചാരിക്കുന്നു. അപ്പൊ ഈ 2018 ക്വസ്റ്റ്യൻ ഒരേ ഒരു ചോദ്യമാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഇപ്പൊ തന്നെ പറയാട്ടോ, ഈ പേപ്പറിൽ തന്നെ വന്നിട്ടുള്ളത് അതുകൊണ്ട് പറയാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഹൗ തനീസ് അല്ലെ. കാരണം നമുക്കറിയാം ഓപ്ഷനിൽ ആകെ ഈ ഹൗ തനീസ് മാത്രമേ ഉള്ളൂ. ഹൗ ലമീർ, ഹൗ സക്തർ അങ്ങനെ ഒരു സംശയം ഉണ്ടാക്കുന്ന സംഗതി ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൗ തനീസ് എന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോ തന്നെ പറഞ്ഞതാ. ഹൗ തനീസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ പിന്നെ ഇതിലെന്താണ് ഇതിന്റെ അവസാനം ഈ ഹാ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഹാവുകൾ നമ്മൾ പഠിച്ചത് ഈ പിന്നെ പുള്ളില്ലാത്ത ഹാ ആയിക്കാരം. പക്ഷെ ഇവിടെ കസീറത്തിൽ എവിടെയാണ് ഹാവ്? അവസാനത്തിൽ അല്ലെ. ഈ ഹാവുകളുടെ ഒക്കെ പ്രത്യേകത, നമ്മൾ 3 തരം ഹാവുകൾ പഠിച്ചല്ലോ, ഇതൊക്കെ കെലിമത്തിന്റെ അവസാനത്തിലെ വരും. അപ്പൊ കസീറ എന്നൊരു കെലിമത്താണ്. ആ കെലിമത്തിന്റെ അവസാനത്തെ അക്ഷരം റാ ആണ് അല്ലെ. അതിന്റെ അവസാനത്തിലാണ് ത്വൻ ഉണ്ടാ. അതാണ് ഇവിടെ ഹാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഹാവിന്റെ പേര് ഹാഉ തനീസ്, അതായത് മുഅന്നസിന്റെ ഹാവ് അല്ലെ. നമ്മൾ തനീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഅന്നസ് അല്ലെ, സ്ത്രീകളെ കുറിച്ച് പറയുന്നത് എന്നർത്ഥം. അപ്പൊ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പേര് പിന്നെ അവരുടെ പേരിലൊക്കെ അവസാനത്തിൽ ഒരു താ ഉണ്ടാവും. അത് സ്ത്രീകളെ അറിയിക്കാൻ വേണ്ടിയുള്ള, മുഅന്നസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു താ ആണ്. അതിന് നമ്മൾ ഹാഉ തനീസ് പിന്നെ ഹാത്താ എന്നൊക്കെ പറയും. പക്ഷെ ഈ ഹാത്താ എന്നൊക്കെ പറയാനുള്ള കാരണം, നമുക്കിത് ഹാഉ തനീസ് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം, അതിന്റെ മുകളിൽ 2 പുള്ളി ഉണ്ടാവും അല്ലെ, താഇനെ പോലെ. മുകളിൽ 2 പുള്ളി ഉണ്ടെങ്കിൽ അത് താഇനെ പോലെ
പുള്ളി ഉണ്ടെങ്കിൽ അത് ഹാവ് തൈനീത്ത് തന്നെയാണെന്ന് ഉറപ്പിക്കാം അല്ലേ. ഓക്കെ, ഇതാണ് ചോദ്യം വന്നത്. പിന്നെ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 2019 അല്ലേ. ഓക്കെ, അടുത്ത 2019 വന്ന ചോദ്യ പേപ്പറാണ് നോക്കുന്നത് കേട്ടോ. 2019 വന്ന ഈ ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്യണം. ഞാൻ പുസ്തകം കാണിച്ചിരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ആൻസർ ചെയ്തണം കേട്ടോ. 2 നമ്പർ ഇട്ടോളി. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 നമ്പർ ഇടുക. ക്വസ്റ്റ്യൻ ഇതാണ്. പിന്നെ ലഹുൽ മുൽക്ക് ഓക്കെ, എഴുതലല്ലേ, എഴുതിയിരിക്കുന്നു. എന്ന ക്വസ്റ്റ്യനിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. അൽ വസ്ലു, ഇത്തുബാഖ്, അൽ ളമീർ, ഇതിൽ ഏതാണ് ആൻസറുകൾ? കുറഞ്ഞ സമയം തരാം, നിങ്ങൾ എഴുതിയിട്ട് നോട്ടിൽ എഴുതി വെക്കുക. ഉസ്താദ് പറയുമ്പോൾ ആൻസർ ശരിയായ ആളുകൾക്ക് മാർക്കിടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയാക്കി എഴുതാം, പക്ഷേ മാർക്കിടരുത്. മാർക്കിടേണ്ട ആളുകൾ ആരാണ്? ഈ ഉസ്താദ് പറയുന്ന ആൻസർ പറയുന്നതിന് മുമ്പേ നിങ്ങൾ ആൻസർ എഴുതിയ ആളുകൾക്കേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, എഴുതിക്കോളൂ. ലഹുൽ മുൽക്കു എന്നതിലെ ഹാവ്, അതിന്റെ ഹാവിന്റെ പേര് എഴുതുക. വബിഹി യസ്തഅജിലൂൻ എന്നതിലെ ഹാവ് എന്ത് ചെയ്യണം, അത് എഴുതുക. ഓക്കെ, ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഓക്കെ, എഴുതിയിട്ടുണ്ടാവില്ല അല്ലേ. ഓക്കെ, നമ്മളെ സമയം തീർന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എഴുതിയ ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉസ്താദ് ആൻസർ പറഞ്ഞുതരാൻ പോവാണ്. ആൻസർ കറക്റ്റ് ആയ ആളുകൾ മാർക്ക് ഇടുക കേട്ടോ. 1 മാർക്ക് വന്നിട്ട് ഇട്ടാൽ മതി, ആ രൂപത്തിൽ ഇട്ടാൽ കേട്ടോ. അപ്പൊ ലഹുൽ മുൽക്കു എന്നതിലെ ഹാവ്, അതിന് ആൻസർ വരുന്നത് എന്താണ്? ഹാ ഉൽ ലമീർ. ശ്രദ്ധിക്കണേ, ലഹുൽ മുൽക്കു എന്നതിലെ ഹാ ഉൽ അൽ ലമീർ എന്നാണ് ഇതിനെ എഴുതേണ്ടത് കേട്ടോ. ഹാവിന് പേര് അൽ ലമീർ എന്നാണ് അതിന്റെ ആൻസർ. അതുപോലെ 5ാമത്തെ ക്വസ്റ്റ്യൻ വബിഹി യസ്തഅജിലൂൻ എന്നതിലെ ഹാവ്, അവിടെ നമ്മൾ അതും ഹാഉൽ ലമീർ തന്നെയാണ് അല്ലേ. ഹാഉൽ ലമീറിലാണ് വബിഹി യസ്തഅജിലൂൻ എന്ന ഉദാഹരണം നമുക്ക് നമ്മുടെ പുസ്തകത്തിൽ കാണാം. അതുപോലെ തന്നെ ലഹുൽ മുൽക്കു എന്ന ഉദാഹരണവും നമ്മുടെ പുസ്തകത്തിലെ ഉദാഹരണത്തിന്റെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ടത് വബിഹി യസ്തഅജിലൂൻ എന്നതിലെ ഹാഉൽ ലമീർ തന്നെയാണ്. പക്ഷേ അവിടെ ലമീർ എന്നല്ല എഴുതേണ്ടത്. അതിനൊരു പ്രത്യേകത എന്താണത്? അതിന്റെ പ്രത്യേകത എന്താണ്? അതായത് ഈ വബിഹി യസ്തഅജിലൂൻ എന്നിടത്തുള്ള ഹാഇനെ എന്ത് ചെയ്യണം, അവിടെ നീട്ടണം എന്നാണ് നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഈ ചോദ്യം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കാം കേട്ടോ. അവിടെ ആ ഹാ കണ്ടോ, ആ ഹാഇന്റെ മുമ്പുള്ള ബാഇന് എന്താണ് ഹർക്കത്ത്? ഈ വര ഒഴിവാക്കാം. അപ്പൊ കാണണ്ടല്ലോ അല്ലേ. നോക്കാം, ഈ 5ാമത്തെ ക്വസ്റ്റ്യനിൽ വബി യസ്തഅജിലൂൻ എന്നുള്ളത് ശ്രദ്ധിക്കുക. അവിടെ ഈ വബിഹി, ആ ഹി എന്നുള്ളതാണ് നമ്മളെ ഹാവ് അല്ലേ. അത് പിന്നെ ഹാവ് തൈനീസ് അല്ല, കാരണം ഹാവ് തൈനീസിന്റെ മുകളിൽ 2 പുള്ളി ഉണ്ടാവും. ഇവിടെ 2 പുള്ളികളില്ലല്ലോ, അതുകൊണ്ട് ഇത് ഹാവ് തൈനീസ് ഏതായാലുമല്ല. അതുപോലെ ഹാവ് സക്കത്തെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഹാവിന് എപ്പോഴും സുക്കൂനായിരിക്കും മുകളിൽ അല്ലേ. ഇപ്പൊ മാഹിയ, ഇഖ്തദി, മാലിയ, ഹിസാബിയ, കിതാബിയ, ഇതൊക്കെ നിങ്ങളെ പുസ്തകത്തിൽ വന്ന ഉദാഹരണങ്ങളാണ്. ആ ഹാവ് സക്കത്ത് ആണെങ്കിൽ അതിന്റെ അവസാനത്തിൽ സുക്കൂൻ ഉണ്ടാവും, ഹാവിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടാവും. അപ്പൊ ഏതായാലും ഇത് എന്തല്ല, ഹാവ് സക്കത്തുമല്ല ഹാവ് തൈനീസുമല്ല, പിന്നെ എന്താണ്? ഹാഉൽ ലമീർ ആണ്. പക്ഷെ ഹാഉൽ ലമീറിന്റെ അവിടെ നമുക്ക് ചെറിയൊരു വിശദീകരണം ഉണ്ടായിരുന്നു അല്ലെ. എന്താണത്? ആ ഹാഉൽ ലമീറിന്റെ മുൻപിലും പിൻപിലും, അതായത് മുൻപത്തെ അക്ഷരത്തിലും ശേഷം വന്ന അക്ഷരത്തിനും ഹറക്കത്താണെങ്കിൽ, അതായത് സുക്കൂൻ അല്ലെങ്കിൽ, ഹറക്കത്ത് പറഞ്ഞാല് ഫത്ഹോ കസറോ ലമോ, ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ ആ ഹാഇന് അല്പം നീട്ടണം. അപ്പൊ വബിഹി യസ്തഅജിലൂൻ എന്ന് പറഞ്ഞാൽ പോരാ, വബിഹി യസ്തഅജിലൂൻ, വബിഹി യസ്തഅജിലൂൻ എന്നിങ്ങനെ ഓതണം അല്ലെ. അപ്പൊ അവിടെ ഈ ഹാഇന്റെ മുൻപിലുള്ള അക്ഷരത്തിന് കസർ ഹർക്കത്താണ്. വബിഹി എന്ന് കഴിഞ്ഞിട്ടുള്ള യസ്തഅജിലൂൻ എന്നുള്ള ആ കലിമത്തിന്റെ തുടക്കത്തിലെ യാഇന് എന്താണ്?
ഫത്ഹാണ്. അപ്പൊ ഈ ഹാഇന്റെ മുൻപിലും ശേഷവും വന്ന അക്ഷരങ്ങൾക്ക് എന്താണ് കസുറും ഫത്ഹുമായി ഇങ്ങനെ ഹർക്കത്തുകളാണ്, അതായത് സുക്കൂനല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതിനല്പം നീട്ടണം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നീട്ടണം ആൻസർ വരാനുള്ള കാരണം. ഇനി ലഹുൽ മൽക്കു എന്ന് കണ്ടല്ലോ, ഈ ലഹുൽ മൽക്കു എന്നുള്ള അവിടെ എന്താണ് അതിന്റെ പേര് ചോദിച്ചിട്ടുള്ളൂ. അവിടെ എന്നതിൽ ഹാ ഉൽ ലമീർ നമുക്ക് എഴുതാനുള്ളൂ. അവിടെ നീട്ടാൻ പാടില്ല. എന്താ കാരണം? ലഹുൽ മൽക്കു എന്ന് പറയാൻ പാടില്ല. എന്താ കാരണം? ആ ലഹു, ആ ഹു എന്ന ഹാ ഉൽ ലമീറിന് മുമ്പ് ലാമിന് ഫത്ഹാണ്, ഹർക്കത്താണ്. ഓക്കെ. പക്ഷേ ആ ലഹു എന്ന് കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള അക്ഷരം ഏതാ? അലിഫ് കാണുന്നുണ്ട്. അലിഫും ലാമും കൂടിയാണ് നോക്കുക. ആ അലിഫ് ലാമിൽ നോക്കൂ, ലാമിന് എന്താണ്? സുക്കൂനാണ് അല്ലെ. അപ്പൊ ആ ഹാവിന് ശേഷം സുക്കൂൻ വന്നു. മുമ്പ് ഹർക്കത്താണെങ്കിലും ശേഷമുള്ളതും കൂടി ഹർക്കത്താവുമ്പോഴാണ് നമ്മൾ നീട്ടുള്ളൂ. ഇവിടെ ലഹുൽ മുൽക്കു എന്നതിൽ ഹാഇന്റെ മുമ്പ് ഉള്ള ഹർക്കത്ത് അക്ഷരത്തിന് ഫത്ഹാണെങ്കിലും ശേഷം വന്ന അക്ഷരത്തിന് സുക്കൂനായതുകൊണ്ട് അവിടെ നീട്ടാൻ പാടില്ല. അതുകൊണ്ട് നീട്ടണം എന്നുള്ള ആൻസർ ഇവിടെ എഴുതാൻ പാടില്ല. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ലഹുൽ മുൽക്കു അല്ലെ എന്നാണ്. ലഹുൽ മുൽക്കു എന്നെന്താവില്ല, നീട്ടി ഉച്ചരിക്കൂല. ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ വിശദീകരണം. ഓക്കെ. ഈ 2019 വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അതാണ് കണ്ടിട്ടുള്ളത്. ഇനി 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പാഠഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല കേട്ടോ. 4ാമത്തെ പാഠത്തുനിന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. നമുക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പറോട് ജസ്റ്റ് നോക്കിയിട്ട് അടുത്ത വിഷയത്തേക്ക് പോവാം. ഇപ്പോൾ തന്നെ 5:30 ആയി. ഓക്കെ. ശ്രദ്ധിക്കണം മക്കളെ. ഇതില് ഉസ്താദിന് ചോദിക്കണം, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ ഇട്ടോ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. ഈ ഉസ്താദ് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്ത. ഓക്കെ. ചോദ്യം ഇതാണ്. ഇത് 2022 ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ. ഇതില് 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത്. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1ൽ 2, അതായത് മാലിയ എന്നതിലെ ഹാഇന്റെ പേര് എഴുതാനാണ്. ആൻസർ ബ്രാക്കറ്റിൽ 2 ഹംസത്തുൽ വസ്ൽ, ഹൗസക്ത, ലൗ അൻസൽന, ഹംസത്തുൽ ഖത്അ, വഖഫ്. ഇതിൽ ഏതാണ് ആൻസർ? മാലിയ എന്നതിലെ ഹംസയുടെ പേര് ഏതാണ്? മാലിയ എന്നതിലെ ഹംസ, മാലിയ എന്നതിലെ സോറി ഇതല്ല ഹാ കേട്ടോ, മാലിയ എന്നതിലെ ഹാ. ഇതും 4ാമത്തെ പാഠമായ അൽ ഹാ എന്ന പാഠഭാഗത്ത് നിന്ന ചോദ്യമാണ്. മാലിയ എന്നതിലെ ഹാഇന്റെ പേര്. ഓക്കെ. എഴുതിയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കറിയാം എന്താണ് ഇതിന്റെ ആൻസർ. ഇതിൽ ആ ഒരു ചോദ്യം തന്നെ കാണുന്നു കേട്ടോ ഈ പേപ്പറിലും ആ ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ ഉസ്താദ് പറയാണ്. അതിന്റെ ആൻസർ ഹൗസക്ത എന്നാണ്. എന്തുകൊണ്ട് ഹൗസക്ത്? എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞിരുന്നു. ഈ 3 ഹാവുകളെയും തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗമാണ് ഹൗ തഅനീസ് ആണെങ്കിൽ അതിന്റെ മുകളിൽ 2 പുള്ളി ഉണ്ടാവും. നമുക്ക് മനസ്സിലാക്കാനുള്ള മാർഗ്ഗമാണ്. അപ്പൊ അൽ ഖാരിഅത്തു എന്നൊക്കെ പോലെ, ഹൽ അതാക ഹദീസുൽ ഗാശിയത്ത് പോലെ, ഫാകിഹത്തിൻ കസീറത്തിൻ പോലെ, ലാ മഖ്തുഅത്തിൻ വലാ മംനുഅത്തിൻ, അതൊക്കെ നമ്മുടെ പാഠഭാഗത്തിലാണ്. അതുപോലെ ആമിലത്തുൻ നാസിബ. എന്നാൽ ഹൗസക്കത്തെ മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ്. എന്താണ്? അതിന്റെ മുകളിൽ എപ്പോഴും എന്തായിരിക്കും? സുക്കൂൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ മാലിയ കണ്ടില്ലേ, അവിടെ ആ ഹാന്റെ മുകളിൽ സുക്കൂൻ ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഹൗസക്കത്തയാണ്. ഓക്കെ. അപ്പൊ ഈ പേപ്പറിൽ അത്രേ വന്നിട്ടുള്ളൂ. ഇനി 2023 പേപ്പർ നോക്കട്ടെ. ഓക്കെ. 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കറിയാം അതില് ഒരു ചോദ്യം കണ്ടില്ലേ, നമ്മൾ സെയിം ആവർത്തിച്ച് വന്നാണ്. ഇപ്പൊ നമ്മൾ കണ്ട നേരത്തെ പേപ്പറിൽ വന്ന അതേ ചോദ്യം തന്നെ കേട്ടോ. നിങ്ങൾ ആ ചോദ്യം എഴുതാ. പിന്നെ എന്താണ് ചോദ്യം അല്ല, കാരണം എന്താ പറയുക, ഇത് റിപ്പീറ്റ് ചെയ്ത ചോദ്യം കൊണ്ട് എഴുതണ്ട. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 3ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഇതില് മാലിയ നേരത്തെ പറഞ്ഞ അതേ സെയിം അല്ലെ. മാലിയ എന്നതിലെ ഹാ, ആ ഹാന്റെ പേര് ഏതാനാണ് നമുക്കറിയാം. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ എന്താണ്? അതിന് മുകളിൽ സുക്കൂൻ ഉണ്ട് അല്ലെ. മാലിയ എന്നതിലെ അതിന് മുകളിൽ എന്തുണ്ട്? സുക്കൂൻ. ഇവിടെ ശ്രദ്ധിക്കട്ടെ, ഈ ചോദ്യ പേപ്പറിൽ സുക്കൂന് കാണില്ല. അപ്പൊ നമ്മളെ സുക്കൂന് കണ്ടാലില്ലെങ്കിലും സുക്കൂൻ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക. കാരണം മാലിയ, കിതാബിയ, ഇഖ്തദി ഈ രൂപത്തിൽ വരുന്ന ഹാവുകളൊക്കെ ഹൗസക്കത്തയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ആദ്യം കേട്ടോ. ഓക്കെ. ഇതിന്റെ ആൻസറും ഹൗസക്കത്തയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പറയുന്നില്ല. ഓക്കെ. ഇനി ഞാൻ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കേണ്ടതില്ല. നമ്മൾ അൽഹംദുലില്ലാഹ് ഈ പാഠഭാഗം എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ, ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉസ്താദ് കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞാനത് ഉസ്താദ് ആ ചോദ്യം വന്ന ഭാഗം പാഠഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ആ പാഠഭാഗം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം.
ഒരട്ടം നമ്മൾ പറഞ്ഞു പോയതാണ് കേട്ടോ. എന്നാലും ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് അതിന്റെ പാഠഭാഗം വായിച്ചിട്ട് മനസ്സിലാക്കി തരാം. ഓക്കെ, ഇതിലൊക്കെ ഉദാഹരണങ്ങൾ കണ്ടല്ലോ അല്ലെ. അൽ ഖാരിയത്തും അൽ ഖാരിയ, ഇതാണ് ഒന്നാമത്തെ കോളം. അതുപോലെ ഹൗ സക്കത്ത് ആണെങ്കിൽ മാഹിയ. അതുപോലെ ഹൗ ലമീർ ആണെങ്കിൽ ലഹു മാ ഫിസ് സമാവാതി. ഉണ്ടോ, ഓരോ ഉദാഹരണങ്ങൾ ഉസ്താദ് വായിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾ നോക്കുക, മുകളിൽ കാണിച്ച ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഒന്നാമത്തെ കള്ളിയിലെ ഹാവുകളെ തനീസിന്റെ ഹാ എന്നും, അതായത് അൽ ഖാരിയത്തും അൽ ഖാരിയ. രണ്ടാം കള്ളിയിലെ ഹാവുകളെ സക്തയുടെ ഹാ എന്നും, അതായത് മാഹിയ, ഇഖ്തദി, മാലിയ എന്നിങ്ങനെ ഹാവിന്റെ അവസാനത്തിൽ സുക്കൂൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഹാവുകളെ ഹാവ് സക്ത അല്ലെ. മൂന്നാം കള്ളിയിലെ ഹാവുകളെ ലമീറിന്റെ ഹാ എന്നും പറയും. അതായത് ലഹു മാ ഫിസ് സമാവാതി വബിഹി യസ്തഅജിലൂൻ ലഹുൽ മുൽക്കു അൻഹു തലഹ വഇലൈഹിൽ മസീർ. ഈ കള്ളിയിലെ. ഇനി നമ്മൾ ഇതിന്റെ വിശദീകരണം പറഞ്ഞു അല്ലെ. അത് നിങ്ങൾ നോട്ട് ചെയ്തേണ്ട വിഷയമാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ നോട്ടായിട്ട് പോയിന്റാക്കി എഴുതി വെക്കാൻ കഴിയുന്ന കുട്ടികളൊക്കെ അങ്ങനെ എഴുതി വെക്കുക. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഇതിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ, ഇങ്ങനെ ചോദ്യം വിശദമായിട്ടൊന്നും വന്നിട്ടില്ല, എന്നാലും പ്രത്യേകത മനസ്സിലാക്കാനാണ്. ഇനി മനസ്സിലാക്കി പോയാൽ മതി. കഴിയുന്ന ആളുകൾ പോയിന്റാക്കി ഏറ്റവും വലിയ ഉപകാരം കേട്ടോ. നമുക്ക് ഏതായാലും ഒരു ദിവസം കുറച്ച് എഴുതി വെച്ചാൽ അത് നമുക്ക് പഠിക്കുന്ന സമയത്ത് പരീക്ഷന്റെ തലേന്നൊക്കെ നല്ല ഉപകാരപ്പെടും. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം അവിടെ നോട്ട് ചെയ്ത് തരാം, ശ്രദ്ധിക്കട്ടോ. നോക്കൂ, ഇതാണ്. എന്താണ് തേനീസിന്റെ ഹായിന്റെ പ്രത്യേകത? തേനീസിന്റെ ഹായിനെ ചേർത്തി ഓതുമ്പോൾ ത ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടും ഉച്ചരിക്കണം. അപ്പൊ ഇതാണ് പോയിന്റ്. ഇതിനെ എന്താ പറയാ, ത ആയിട്ട് ഉച്ചരിക്കണ സമയമുണ്ട്, ഹ ആയിട്ട് ഉച്ചരിക്കണ സമയമുണ്ട്. തേനീസിന്റെ ത അല്ലെ. അപ്പൊ നമ്മള് ഉദാഹരണം പറഞ്ഞാല് അൽ ഖാരിഅതു മൽ ഖാരിഅ. അവിടെ ഉദാഹരണത്തിൽ ഉണ്ടല്ലേ, അവിടെ അൽ ഖാരിഅതു ആണ്ടാ. ആ അൽ ഖാരിഅതു എന്നുള്ളതിലെ തായിനെ ഞാൻ എന്താക്കാണ്, നമ്മൾ എന്താക്കാണ്, പിന്നെ ചേർത്തി ഓതാണെങ്കിൽ ആ ഹാവ് തൈനീസിനെ, ഹാവ് തൈനീസ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, അതിന്റെ മുകളിൽ രണ്ട് പുള്ളി ഉണ്ടാവും അല്ലെ. താവിന് നമ്മൾ രണ്ട് പുള്ളി ഇടുമല്ലോ മുകളിൽ ഉള്ളില്. അതേപോലെ ഈ ഹാവ് തൈനീസിന്റെ ഹാവിന് എന്തുണ്ടാവും, രണ്ട് പുള്ളികൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ തന്നെ അത് ഹാവ് തൈനീസ മനസ്സിലാക്കാം. ഇനി അതിന്റെ പ്രത്യേകത ചോദിച്ചാൽ പറയേണ്ടത്, അത് ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഉച്ചരിക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ വസ്ലിന്റെ അംസയെ കുറിച്ച്. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടങ്ങി ഓതുമ്പോൾ വരുന്നതുമാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ ഹാവ് തൈനീസിന്റെ പ്രത്യേകത, ഈ ഹായിനെ നമ്മൾ മറ്റൊരു കലിമത്തുമായി ചേർത്തി ഓതുമ്പോൾ, ഉദാഹരണം അൽ ഖാരിയത്തു മൽ ഖാരിയത്തു ആണ്. അങ്ങനെ ചേർത്തി ഓതുമ്പോൾ ഈ ഹാവ് തൈനീസിലെ രണ്ട് പുള്ളിയുള്ള താവിനെ പോലത്തെ ഹാണല്ലോ, അതുകൊണ്ട് അതിനെ എങ്ങനെ ഉച്ചരിക്കണം, ത ആയിട്ട് ഉച്ചരിക്കണം. എന്നാൽ അതിന്മേൽ വഖഫ് ചെയ്യുമ്പോഴോ, ഇപ്പൊ നമ്മൾ അവസാനത്തിൽ ഒരു ഈ ഹാവ് തൈനീസ് വന്ന ഒരു കലിമത്തിന്റെ മേൽ നമ്മൾ നിർത്താൻ, അത് വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ആ ഹാവ് തായിനെ ഈ ഹാവ് തൈനീസിനെ എങ്ങനെ ഉച്ചരിക്കുക, ഒരു ഹ ആയിട്ടല്ലേ. ഉദാഹരണം അൽ ഖാരിഅതു മൽ ഖാരിഅ. അവിടെ അൽ ഖാരിഅതു മൽ ഖാരിഅതു എന്ന് പറയില്ല. അതല്ലെങ്കിൽ അൽ ഖാരിഅതു മൽ ഖാരിഅത്ത് എന്നും പറയില്ല. പിന്നെന്താ പറയുള്ളൂ, അൽ ഖാരിഅതു മൽ ഖാരിഅ. അവിടെ അവസാനത്തിൽ ഹ ആയിട്ടാണ് ആ ഹാവ് തൈനീസിനെ ഉച്ചരിക്കുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ നമ്മൾ ഇനി അടുത്ത പോയിന്റ്, സക്കത്തയുടെ ഹാവിന്. അത് വളരെ സിമ്പിൾ ആണ്, ഒറ്റ പോയിന്റ് മനസ്സിലാക്കാനുള്ളൂ. സക്കത്തയുടെ ഹാ ഇന്ന് എപ്പോഴും സുക്കൂനായിരിക്കും. ഇത് നിങ്ങൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കട്ടോ. സ്റ്റാർ ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ അടയാളൊക്കെ ഇട്ടിട്ട്. ഇതാണ് നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, സക്കത്തയുടെ ഹാ ഇന്ന് എപ്പോഴും സുക്കൂനായിരിക്കും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ പെൻസിൽ കൊണ്ട് ഐഡിയ വരെ എന്താ വെച്ചാൽ ഈ ഒരു വരട്ടച്ചാൽ മതി, അത് ഇതിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് മാലിയ, ഹിസാബിയ എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ അവസാനത്തിൽ ഹാവിന് സുക്കൂനുള്ള ഹാവുകളാണെങ്കിൽ ആ ഹാവിന്റെ പേരാണ് സക്കത്തയുടെ ഹാവ് സക്കത്ത് അല്ലെ. ഓക്കെ, ഇനി മൂന്നാമത്തെ കള്ളിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ലഹു മാഫിസ് സമാവാത്തി, അതുപോലെ വബിഹി യസ്തഅജിലൂൻ എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. ആ ഹാവുകളെ കുറിച്ച്, അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുണ്ട്. അതും നിങ്ങൾ അടുത്ത പോയിന്റ് ആയിട്ട് ചെയ്താൽ ഇതാണ്. ഇവിടെ മുതലാണ് ലമീറിന്റെ ഹാഇന്റെ മുന്നിലോ പിന്നിലോ, അതായത് മുമ്പത്തെ അക്ഷരത്തിലോ ശേഷം വരുന്ന അക്ഷരത്തിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ ഹാഇനെ നീട്ടാതെയും ഹർക്കത്താണെങ്കിൽ ഒരു അലിഫിന്റെ ഖദർ നീട്ടിയും ഓതണം. ഓക്കെ, ഇതാണ് പിന്നെ മനസ്സിലാക്കാനുള്ളത്. ഞാൻ ഉദാഹരണത്തിലൂടെ കാണിച്ചു തരാം. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. എന്താണ് പറഞ്ഞത്, ലമീറിന്റെ ഹായിന്റെ പ്രത്യേകത, അതിന്റെ മുന്നിലോ പിന്നിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ ഹാഇനെ നീട്ടാതെയും, മുന്നിലോ പിന്നിലോ ഹർക്കത്താണെങ്കിലോ
അപ്പൊ ആ ഹായിന് എന്ത് ചെയ്യണം? ഒരു അലിഫിന്റെ ഖദർ. അലിഫ് പറഞ്ഞാല് ആ അല്ലെ, ആ എന്ന് നീട്ടണം അത്ര അല്ലെ. വബിഹി എന്നല്ല, വബിഹി ഒരു അലിഫിന്റെ ഖദർ അങ്ങനെ നീട്ടി ഓതണം. ഉദാഹരണം നമുക്ക് നോക്കാം കേട്ടോ. ഈ മൂന്നാമത്തെ കള്ളിയിലെ ഉദാഹരണങ്ങളാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്, ശ്രദ്ധിക്കുക. ആദ്യത്തെ ഉദാഹരണം നോക്കൂ. ലഹു മാഫിസ് സമാവാതി. ഇവിടെ ഉസ്താദ് ആ ഹായ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു, ഒരു ചുവന്ന നിറത്തിൽ അല്ലെ. അവിടെ ലഹു ഈ ഈ ഇതാണ് ഇപ്പൊ ഹാവുൽ അമീർ. ഹാവുൽ അമീറിനെ നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിക്കേണ്ടത്. ഇതില് ഹാവുൽ അമീറിനെ നീട്ടണം എന്നാണ് പറയുന്നത്. എന്താ കാരണം? അതിന് മുമ്പുള്ള അക്ഷരമായ ലാമിന് ഫത്ഹാണ്. ആ ഹായിന് ശേഷം വന്ന മാ എന്ന് പറയുന്ന ആ കലിമത്തിന്റെ തുടക്കത്തിൽ ആ മീമിനും എന്താണ്? ഹർക്കത്താണ്, ഫത്ഹാണ് അല്ലെ. അതുകൊണ്ട് ലഹു എന്നൊരു അലിഫിന്റെ ഖദർ നീട്ടി ഉച്ചരിക്കണം. അപ്പൊ ലഹു മാ ഫിസ് സമാവാതി. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തേതാണ് വബിഹി യസ്തഅജിലൂൻ. കണ്ടോ? അവിടെയും നീട്ടണം. എന്തുകൊണ്ട്? വബിഹി യസ്തഅജിലൂൻ നീട്ടണം. എന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കുക, ആ ഹാഇന്റെ മുമ്പ്, വബിഹി എന്ന ഹാഇന്റെ മുമ്പിലുള്ള ബായിന് കസ്റാണ്, അതായത് ഹർക്കത്താണ്. യസ്തഅജിലൂൻ എന്നുള്ളിടത്തുള്ള യാഇനും എന്താണ്? മുകളിൽ എന്താണ്? ഫത്ഹാണ്, അതായത് ഫത്ഹോ കസ്റോ ലമ്മോ ഇതിനാണ് ഹർക്കത്ത് എന്ന് പറയട്ടോ. അപ്പൊ സുക്കൂൻ അല്ലാതിരിക്കാന്ന് അർത്ഥം. മുമ്പിലോ പിന്നിലോ പിന്നത്തെ അക്ഷരത്തിലോ, അതായത് മുമ്പത്തെ അക്ഷരത്തിനോ ശേഷമുള്ള അക്ഷരത്തിനോ സുക്കൂൻ ആണെങ്കിലോ നീട്ടാതിരിക്കണം എന്നാണ്. ഇവിടെ രണ്ട് ഭാഗത്തും എന്താണ്? ഹർക്കത്താണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? ഒരു അലിഫിന്റെ ഒരു അലിഫിന്റെ ഖദർ അനുസരിച്ച് നമ്മൾ നീട്ടണം. അപ്പൊ എങ്ങനെയാണ്? വബിഹി യസ്തഅജിലൂൻ. വബിഹി യസ്തഅജിലൂൻ എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെയോ വബിഹി യസ്തഅജിലൂൻ അങ്ങനെ ഓതണം. പിന്നത്തെ പോയിന്റ് ഇനി വേറെ നോക്കൂ. വബിഹി യസ്തഅജിലൂൻ. ഞങ്ങൾ മൂന്നാമത്തെ ഉദാഹരണം നോക്കട്ടോ. ഇതൊക്കെ ചോദ്യം വന്നതാണ്. ലഹുൽ മുൽക്കു നമ്മൾ സിമ്പിളായി പരീക്ഷയ്ക്ക് എന്തേ വരുള്ളൂ അധികവും വന്നിട്ടുള്ളത് ഈ ലഹുൽ മുൽക്കു എന്നതിലെ ഹായിന്റെ പേരെന്താണ്? അപ്പൊ നമുക്കറിയാം ഹാവുൽ അമീർ. കാരണം എന്താ? ഹാവു തൈനീസ് ആണെങ്കിൽ മുകളിൽ രണ്ട് പുള്ളി ഉണ്ടാവും, ഇവിടെ പുള്ളിയില്ല. അതുപോലെ ഹാവ് സക്കത്തെ ആണെങ്കിൽ ഹായിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടാവും, ഇവിടെ സുക്കൂനും ഇല്ല, ഹർക്കത്താണ്. അപ്പൊ മനസ്സിലാക്കുക എന്താണ്? ഈ നമ്മളിപ്പോ ഈ കണ്ട ഉദാഹരണങ്ങളിലൊക്കെ ഹായിന് ഒന്നെങ്കിൽ ലൊമ്മ് അല്ലെങ്കിൽ കെസറ് അല്ലെങ്കിൽ ലൊമ്മ് ഉണ്ടാവും. ലൊമ്മ് ഫത്ത് കെസറ് ഇതിലേതെങ്കിലും ഒരു ഹർക്കത്താണ് ഉണ്ടാവുക ഈ ഹായിന് ട്ടോ. അതിന് മുമ്പിലോ പിമ്പിലോ ഹർക്കത്തോ അല്ലെങ്കിൽ സുക്കൂനോ വരാം. അങ്ങനെ വരുമ്പോ അത് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ലഹുൽ മുൽക്കു എന്നതിൽ നോക്കൂ, അവിടെ ഹാഇന്റെ മുമ്പിലുള്ള അക്ഷരത്തിന് ലാമിന് ഫത്ഹാണ്, ഹർക്കത്താണ്. ഓക്കെ, എന്നാൽ ഈ ഹാഇന് ശേഷം ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്? ഹാഇന് ശേഷം സുക്കൂനാണ് അല്ലെ. ഇവിടെ ഹാഇന്റെ മുമ്പുള്ള ലാമിന് ഫത്ഹാണെങ്കിലും ഹാഇന്റെ ശേഷം വന്ന ലാമിന് എന്താണ്? സുക്കൂനാണ്. അപ്പൊ രണ്ട് ഭാഗത്ത് ഹർക്കത്താണെങ്കിലേ നീട്ടുള്ളൂ. സുക്കൂൻ ആയതുകൊണ്ട് ഈ ഹായിന് എന്താവൂല? നീട്ടൂല. അപ്പോൾ ലഹുൽ മുൽക്കു എന്ന് പറയില്ല, ലഹുൽ മുൽക്കു. അവിടെ നീട്ടാതെ ലഹുൽ മുൽക്കു. അൻഹു തലഹ നോക്കൂ, ഇവിടെയും അതേപോലെ. എന്താ വെച്ചാല് മുമ്പുള്ള അക്ഷരത്തിന് നേരെ വിപരീതാണ്. ഇവിടെ ഹായിന്റെ മുമ്പുള്ള അക്ഷരമായ നൂനിന് സുക്കൂനും ഹായിന് ശേഷം വന്ന തായിന് ഫത്തഹുമാണ്, ഹർക്കത്താണ്. അപ്പോഴും നമ്മൾ നീട്ടൂല. നമ്മൾ നീട്ടണമെങ്കിൽ എന്താണ് നിബന്ധന പറഞ്ഞത്? ഹായിനെ നീട്ടണം, ഹാവുൽ അമീറിനെ നീട്ടണമെങ്കിൽ മുമ്പത്തെയും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് എന്ത് വേണം? ഹർക്കത്ത് ഉണ്ടാവണം. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഹാവുൽ അമീറിനെ നീട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കൂ, അൻഹു തലഹ എന്നാണോ അൻഹു തലഹ എന്നാണോ വായിക്കുക? അൻഹു തലഹ അല്ലെ. ആ ഹായിനെ നമ്മൾ നീട്ടാൻ പാടില്ല. എന്തുകൊണ്ട്? അവിടെ പിന്നെ എന്താണ്? അവിടെ ഹായിന്റെ മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂന് വന്നത് തന്നെ. ഓക്കെ, ഇനി വൈലൈഹിൽ മസീർ നോക്കൂ, ഇവിടെയും ഇതേപോലെയാണ്. വൈലൈഹിൽ മസീറിൽ ഹായിന്റെ മുമ്പും ശേഷവും സുക്കൂൻ വന്നു. അപ്പൊ അങ്ങനെ ഉദാഹരണം വന്നു. നേരത്തെ പറഞ്ഞത് മുമ്പില് സുക്കൂന് ശേഷം ഹർക്കത്ത്, അതിന് മുമ്പ് പറഞ്ഞത് ഹായിന് ശേഷം സുക്കൂന് ഹായിന്റെ മുമ്പുള്ള അക്ഷരത്തിന് ഹർക്കത്ത്. ഇവിടെ എങ്ങനെയാണ്? വൈലൈഹിൽ മസീറിൽ നോക്കൂ, വൈലൈഹിൽ മസീറിൽ രണ്ട് ഭാഗത്തും അല്ലെ. വൈലൈഹി ഇവിടെ യായിന് സുക്കൂനാണ്, അതുപോലെ വൈലൈഹിൽ ഈ ലാമിനും സുക്കൂനാണ്. അപ്പൊ ഹായിന്റെ മുമ്പത്തെ അക്ഷരത്തിനും പിന്നിൽ വന്ന ശേഷം വന്ന അക്ഷരത്തിനും എന്താണ്? സുക്കൂനാണ്. അപ്പോഴും എന്താണ് ഉച്ചരിക്കേണ്ടത്? ഹായിനെ എങ്ങനെ ഉച്ചരിക്കണം? നീട്ടാതെയാണ് ഉച്ചരിക്കുക. ഇലൈഹിൽ മസീർ എന്ന് പറയില്ല, ഇലൈഹിൽ മസീർ എന്നേ പറയുള്ളൂ കേട്ടോ. അൽഹംദുലില്ലാ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നോട്ടൊക്കെ ചെയ്തിട്ടോ. ഈ പറഞ്ഞ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾക്ക് ആൻസർ ഒക്കെ ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പിൽ അയക്കും വേണം. ഓക്കെ, ഇത് നമുക്ക് എത്ര സമയമുണ്ട് ബാക്കി? ഇൻഷാല്ല ഒരു 17 മിനിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻഷാല്ല ഇന്ന് പുതിയൊരു പാഠഭാഗം, അതിന് വഖഫുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ ചോദിക്കണേ. അപ്പൊ ഇൻഷാല്ല 2018 മുതലുള്ള പേപ്പർ നമുക്ക് ജസ്റ്റ് നോക്കാം. വഖഫ് എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോ 4ാമത്തെ പാഠമാണ് മക്കളെ പറഞ്ഞത്. എന്നാൽ 5ാമത്തെ പാഠം ഹംസത്തുൽ വസ്ലും
അതുപോലെ 6ാമത്തെ പാഠം ഹംസത്തുൽ ഖത്വമാണ്. അത് രണ്ടും ഇന്നലെ നമ്മൾ വിശദമായി പറഞ്ഞതുകൊണ്ട് ഇനി ആ പാഠത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ആ നോട്ടൊക്കെ എഴുതി അതായത് ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് നോക്കട്ടോ. പാഠഭാഗങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ചോദ്യപ്പുറം വിശദമായിട്ട് ലാസ്റ്റ് ഒന്നുകൂടി ചർച്ച ചെയ്യാൻ സമയത്തിനനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഉസ്താദി കാണിച്ചു തരുന്ന ചോദ്യങ്ങൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അത് ഏത് പാഠഭാഗത്തിലാണെന്ന് കണ്ടെത്തി നിങ്ങൾ ഇപ്പൊ ആൻസർ ചെയ്താൽ മതി കേട്ടോ. തെറ്റിയാല് തെറ്റിക്കോട്ടെ, ശരി ഉസ്താദ് ലാസ്റ്റ് പറയാം. അപ്പൊ നിങ്ങൾ ശരിയായ ആളുകൾ മാർക്ക് ഇടുക, ശരിയില്ലാത്ത കുട്ടികൾ ശരിയാക്കി എഴുതിയാൽ മതി. നിങ്ങൾ മാർക്ക് ഇടരുത് കേട്ടോ. നിങ്ങൾ രക്ഷിതാക്കളെ കൊണ്ട് തന്നെ മാർക്കൊക്കെ ഇട്ട് ഒപ്പിടിച്ച് ഉസ്താദ് നിങ്ങൾ ഗ്രൂപ്പിൽ അയക്കണം കേട്ടോ. നിങ്ങൾ ഇന്നലൊക്കെ ചെയ്തതുപോലെ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ശ്രദ്ധിക്കുക, 7ാമത്തെ പാഠവും 8ാമത്തെ പാഠവുമാണ് വഖഫുമായി ബന്ധപ്പെട്ട പാഠങ്ങളായി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഈ 2018 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങൾ അടുത്ത നമ്പർ ഇട്ടോ കേട്ടോ. നേരത്തെ ചോദ്യം എഴുതിയല്ലോ, അതിന്റെ അടുത്ത നമ്പർ ആയിട്ട് എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്, വഖഫ് ജായിസിന്റെ അടയാളം. നിങ്ങൾ കാണുന്നുണ്ടാവും, 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വഖഫ് ജായിസിന്റെ അടയാളം ഏതാണ് എന്നാണ് ചോദ്യം. അതിന്റെ ഓപ്ഷൻ കാണിച്ചു തരാം. ഓക്കെ, ഏതാണ്? ഹാവുത്ത് അനീദ്, ജീം, ഖൈറുക്കും, 14, ഉത്ഭവസ്ഥാനം, സാവ്. ഇതിലേതാണ് വഖഫ് ജായിസിന്റെ അടയാളം എന്ന് എഴുതാനാണ്. വഖഫ് ജായിസിന്റെ അടയാളം ഇതിൽ എഴുതാം. ഓക്കെ, എഴുതിയ ആളുകൾ പേന വെക്കട്ടോ, പെൻ ഡൗൺ. ഇനി ഉസ്താദിന്റെ ആൻസർ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പാഠഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് തുറക്കാവുന്നതാണ്. 8ാമത്തെ പാഠം തുറന്നാൽ നിങ്ങൾ പുസ്തകം വേണമെങ്കിൽ തുറന്നോളൂ മക്കളെ. ഇപ്പൊ നമ്മൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞുണ്ട്. ചോദ്യം എഴുതുമ്പോൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ഇത് തുറക്കണം. ഇപ്പൊ നിങ്ങൾ തുറന്ന് നോക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. 5ാമത്തെ ചോദ്യം വഖഫ് ജായിസിന്റെ അടയാളം ഏതാണെന്ന് ചോദിച്ചത് ഈ ചോദ്യം അല്ലേ. അതിന്റെ ആൻസർ എന്താണ്? 2 അടയാളം കൂടെ കൊടുത്തിട്ടുണ്ട്. സ ഉണ്ട്, ജീം ഉണ്ട്. ഇവിടെ ഏതാണ് ആൻസർ? ഇവിടെ ഈ ചോദ്യം ശ്രദ്ധിക്കാം. ഈ ചോദ്യപേപ്പറിൽ 5 ക്വസ്റ്റ്യനും 6 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയും ചോദ്യങ്ങൾ വരും കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിൽ 2 അടയാളങ്ങൾ നമ്മൾ അലാമാത്തുൽ വഖഫിലെ വഖഫിന്റെ അടയാളങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും എന്ന 8ാമത്തെ പാഠത്തില് ഒരു 10ഓളം അടയാളങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? 10ഓളം അക്ഷരങ്ങളും അടയാളങ്ങളൊക്കെ ആയിട്ട് അല്ലെ? അപ്പൊ അതിലെ ചോദ്യമാണ് ഈ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ്? ഇതിന്റെ ആൻസർ, കറക്റ്റ് ആൻസർ വരുന്നത് ജീം എന്നാണ് കേട്ടോ. വഖഫ് ജായിസിന്റെ അടയാളം ഏതാന്ന് ചോദിച്ചാല് ജീം എന്നാണ് ആൻസർ. സ ഉണ്ട്, പക്ഷെ അത് വഖഫ് ജായിസ് അല്ല, വഖഫ് മുജവ്വസ് എന്നാണ് അതിന്റെ പേര്. വഖഫ് ജായിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? അതും ചോദിക്കും. അതിന്റെ വ്യാഖ്യാനം എന്താണ്? വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമം ഒരുപോലെയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, വഖഫ് മുജവ്വസ് എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതലാണ് നല്ലത് എന്നാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ജീവൻ. ജീം എഴുതിയ കുട്ടികൾക്ക് ആൻസർ ശരി കേട്ടോ, മാർക്കിട. നമുക്ക് വിശദമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ ഇതാണ് ഇതിൽ വന്ന ഒരു ചോദ്യം. ഇനി നമുക്ക് വേറെ ചോദ്യമുണ്ട്, അതായത് നോക്കട്ടെ അറ്റൻറ്റ്. ഇതിലുണ്ടോ ഉത്തരം ഏതാം? 3ാമത്തെ ചോദ്യം കണ്ടോ, ഉത്തരം ഏതാം എന്നുള്ളൊരു വലിയ 3. ഓക്കെ, ഇതിൽ 5ാമത്തെ ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ ആൻസർ ചെയ്ത് അറിയുന്ന ആളുകൾ ആൻസർ ചെയ്ത് കേട്ടോ. ഇത് ഉത്തരം ഏതാണ് 3 മാർക്ക് ഉണ്ട്, അതുകൊണ്ട് ഇതിന് ഓപ്ഷൻ ഒന്നുമില്ല. നിങ്ങൾ ആൻസർ ചെയ്താനാണ്. അറിയുന്ന ആളുകൾക്ക് എഴുതാം. ഓക്കെ, 2 ചോദ്യങ്ങളുണ്ട്. ഓക്കെ, സോറി കേട്ടോ, ഇതിൽ 2 ചോദ്യങ്ങൾ. അതിൽ 4ാമത്തെ ക്വസ്റ്റ്യനും 5ാമത്തെ ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതണം. 4ാമത്തെ ക്വസ്റ്റ്യൻ പൊതുവെ എല്ലാവർക്കും അറിയണ സിമ്പിളായ ചോദ്യമാണ്, വായിക്കാം. സഖ്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര? 4ാമത്തെ ക്വസ്റ്റ്യൻ, സഖ്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര? അറിയുന്ന ആളുകൾ ആൻസർ എഴുതിക്കോളൂ. അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്, 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം കേട്ടോ. ചേർത്തി ഓതലാണ് നല്ലത്, അടയാളം എന്ത്? അതിന്റെ അടയാളം ഏതാനാണ്? നമ്മൾ നേരത്തെ ജീം എന്ന് പറഞ്ഞതുപോലെ ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ അടയാളം ഏതാനാണ് കേട്ടോ. ചേർത്തി ഓതലാണ് നല്ലത്, അതിന്റെ അടയാളം ഏതാണ്? നമ്മൾ ഓപ്ഷന് കാണിച്ചതാ, നേരത്തെ നമ്മൾ കാണിച്ചതാണ്. ഓക്കെ, ഒരു ഓപ്ഷൻ ഇല്ലാത്തട്ടോ, സോറി. നേരത്തെ നമ്മൾ 1ാമത്തെ ക്വസ്റ്റ്യനാണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ഇത് അക്ഷരം ഏതാനാണ് കേട്ടോ. 3 മാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ കാണാതെ പഠിച്ച കുട്ടികൾക്ക് അത് കിട്ടുള്ളൂ. 2018 വന്ന ചോദ്യമാണ്. ഓക്കെ, എഴുതിയിട്ടാണ് വിചാരിക്കുന്നു. നമ്മളിപ്പോ സമയം നോക്കുക. സമയം ഏകദേശം 5:48 അല്ലേ? അപ്പം ഏകദേശം നമ്മൾ ചർച്ച ചെയ്ത് പോകാന്നല്ലോ. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി അതുപോലെ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതും ഈ പാഠഭാഗത്ത് നിന്ന് ചോദ്യം കേട്ടോ. അതായത്
ഇത് നിങ്ങൾക്കറിയെങ്കിൽ എഴുതാം. ശ്വാസം വിടാതെ ഡാഷ് സക്ത എന്ന് പറയും. അപ്പൊ സക്ത എന്ന് പറയുന്നത് ഏതിന് എന്ന ചോദ്യമാണ്. അപ്പൊ അതിന്റെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ കേട്ടോ. ശ്വാസം വിടാതെ ഡാഷ് സക്ത എന്ന് പറയും. അതിന് ആൻസർ ആയിരുന്ന ആളുകൾ എഴുതാം. ഓക്കെ ഓക്കെ മക്കളെ, ഇനി ഞാൻ ചോദ്യം അവിടെ അവസാനിപ്പിക്കട്ടോ. കാരണം നമുക്ക് ഇനി കുറഞ്ഞ സമയമുള്ളൂ. അപ്പൊ പാഠഭാഗം ജസ്റ്റ് ഒന്ന് പറയുവാണല്ലോ. ബാക്കി നമുക്ക് ഇൻഷാല്ല ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ചയും ചെയ്യാം. വേണമെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ വഴിയൊക്കെ നമുക്ക് ഇതിന്റെ ചർച്ചകൾ നടത്താം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഈ പാഠഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിന്നിപ്പോ രണ്ട് പാഠഭാഗം കൂടി മിക്സ് ആയിട്ട് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറച്ച് ചോദ്യങ്ങൾ കാണിച്ചു തന്നത്. ഇനി ഇൻഷാ നമ്മൾ ഇതിന്റെ രണ്ട് പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും പുസ്തകം പാഠം തുറക്കുക. പാഠം 7. അതിനു മുമ്പായിട്ട് പിന്നെ നിങ്ങളെ ചോദ്യം ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല അല്ലേ? ശ്രദ്ധിക്കട്ടെ. ഞാൻ ഉസ്താദ് ലാസ്റ്റ് പറഞ്ഞ 3 ചോദ്യങ്ങൾ ആൻസറുകൾ ഒന്നും കൂടി പറഞ്ഞു കേട്ടോ. ഏതാണത്? സക്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര എന്നുള്ളതിന് 14 സ്ഥലങ്ങളാണ് കേട്ടോ. 14 എന്ന് എഴുതിയ കുട്ടികൾക്ക് ആൻസർ ചെയ്ത. അതുപോലെ ചേർത്തി ഓതലാണ് നല്ലത് എന്നതിന്റെ അടയാളം ചോദിച്ചത്. അതിന്റെ അടയാളം സാ എന്ന അക്ഷരമാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഓപ്ഷനിൽ കാണിച്ചു തന്നില്ലേ, ജീം അതുപോലെ സാ മുജവ്വസ്, അതാണ് ചേർത്തി ഓതലാണ് നല്ലത് എന്നതിന്റെ അടയാളം. അത് ഏത് കുട്ടികൾക്കാണ് മാർക്ക് ഇടാൻ പറ്റുക. അതേപോലെ അവസാനം ചോദിച്ച ചോദ്യം, ശ്വാസം വിടാതെ ഡാഷ് ശക്ത എന്ന് പറയും. അതായത് ശക്തയുടെ നിർവചനമാണ് അവിടെ ചോദിച്ചത്. ശക്തിയുടെ നിർവചനം ചോദിക്കുമ്പോൾ എന്താണ് അതിന്റെ ആൻസർ എന്താ വരുന്നത്? ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന്, അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയും. അങ്ങനെ ഏത് കുട്ടികൾക്കാണ് മാർക്ക് ഇടാൻ പറ്റുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗം, പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ എല്ലാവരും പെൻസിൽ എടുക്കാം. ഇപ്പൊ നേരത്തെ എഴുതിയ ചോദ്യങ്ങൾ ഇതോടെ കൂടെ നമ്മളെ ഇന്നത്തെ ചോദ്യങ്ങൾ അവസാനിച്ചിട്ടുണ്ട് മക്കളെ. എന്ത് ചെയ്യാം, ഉസ്താദ് ആൻസർ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ആൻസർ ഒക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ മാർക്ക് ചെയ്തിട്ടിട്ട് നിങ്ങളെ രക്ഷിതാക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാം, പിന്നെ അത് ടിക്കൊക്കെ ഇട്ട് ഒപ്പിട്ടിട്ട് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് അയക്കട്ടോ. ഇനി പറയുന്ന പാഠഭാഗം തുറക്കുക. നിങ്ങൾ പെൻസിൽ ഉണ്ടാവില്ല അല്ലെ കയ്യിൽ, പേന കൊണ്ട് ആരും അടയാളപ്പെടുത്തരുത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വന്ന പ്രധാനപ്പെട്ട ഭാഗം ജസ്റ്റ് ഉസ്താദ് അടയാളപ്പെടുത്തിയിട്ട് കാണിച്ചിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യാ, വേണമെങ്കിൽ പെൻസിലോട് ജസ്റ്റ് അടിവരിടുക. ഓക്കെ, അൽ വഖഫ് എന്ന പാഠഭാഗത്താണ് ചോദ്യം. ഒന്നാമതാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അപ്പൊ കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിന് എന്താണ് പറയുക? അങ്ങനെ ചോദിക്കാറുണ്ട്, വഖഫ് എന്ന് പറയും. അത് പരിപൂർണമായിട്ട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ വഖഫ് എന്നാൽ എന്താണെന്ന് അതിന്റെ നിർവചനം ഫുൾ എഴുതാനുണ്ടാവാറുണ്ട്. അപ്പൊ എങ്ങനെ പറയാം നമ്മള്? അതെല്ലാം അടിവരട്ടുക. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങള് അത് 2021 വന്നിട്ടുണ്ട് ചോദ്യം. ഓക്കെ, ഇനി ഈ ഭാഗം ഞാൻ അവസാനം വായിക്കാം. ഏറ്റവും ചോദ്യം എന്ന ഭാഗം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തു തരുന്നത് കേട്ടോ. ഇനി അടുത്ത പാരഗ്രാഫിൽ വരുന്ന ചോദ്യമാണ്, എപ്പോഴും അധികം ചോദിക്കുന്ന ചോദ്യമാണ്, വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് എന്താണ് ചെയ്യേണ്ടത്? എല്ലാവർക്കും അറിയാലോ എന്താണ് ചെയ്തത്. ഒരു ഖുൽ ഹുവല്ലാഹു അഹദുൻ എന്നുണ്ടാവും. നമ്മൾ മുസാഫിലൊക്കെ അവസാനത്തെ അക്ഷരത്തിന് ഹർക്കത്തുകളൊക്കെ കാണും അല്ലെ? ലൊമ്മ തൻവീൻ, ചിലപ്പോൾ ഫത്ഹ തൻവീൻ, ചിലപ്പോൾ കസ്ർ തൻവീൻ, അങ്ങനൊക്കെ കാണാം. അതിൽ ഫത്ഹ തൻവീൻ ആകുമ്പോൾ ഒരു അലിഫ് നമ്മൾ കിട്ടണം എന്നാണ് നിർത്തേണ്ടത് അല്ലെ? ഉദാഹരണം പിന്നെ നിങ്ങൾ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? പിന്നെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് സൊഫൻ. അവിടെ സൊഫൻ എന്നുള്ളത് അവിടെ എങ്ങനെ വഖഫ് ചെയ്യും നമ്മള്? ഉണ്ടാ. അപ്പൊ ഫത്ഹ് തൻവീൻ ആണ് അവസാനത്തെ അക്ഷരത്തിന് വരുന്നതെങ്കിൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതെന്താണ്? അതിന് അലിഫായി മറിച്ച് ഒരു അലിഫിന്റെ ഖദർ നീട്ടി ഉച്ചരിക്കണം. നിങ്ങൾ പുസ്തകത്തിൽ 7ാമത്തെ പാഠത്തിൽ അവസാന ഭാഗത്തുണ്ട് കേട്ടോ. അതേപോലെ ഈ ചോദ്യമാണ് അധികം കണ്ടിട്ടുള്ളത്. വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന്, അതായത് ലൊമ്മ തൻവീനോ കസ്ർ തൻവീനോ ഒക്കെ ആണെങ്കിൽ എന്താണ് ആ അക്ഷരത്തിന് നമ്മൾ ചെയ്യേണ്ടത്? അതും നമ്മൾ പുസ്തകത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് പിന്നെ തൻവീനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കസ്ർ തൻവീന് ലൊമ്മ തൻവീനൊക്കെയാണ് അതിനെ കളയണം. എന്നിട്ട് എന്ത് ചെയ്യണം? സുക്കൂൻ ചെയ്യണം അല്ലെ?
അപ്പോൾ ഈ പോയിന്റ് ഉസ്താദ് നോട്ട് ചെയ്ത പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് അടിവരട്ടേക്ക്. വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം എന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് ഈ പാഠഭാഗത്തിലെ പ്രധാന ഒരു കാര്യം. ഓക്കെ, ഇനി വിശദമായിട്ട് വായിക്കാണ്ട് ആളൊക്കെ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടി വായിക്കാം. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചോദ്യം എന്ന ഭാഗമാണ് നോട്ട് ചെയ്യുന്നത്. ഇനി ആ അവസാന ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്ത് നിന്ന് ചോദ്യം വരാറുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ നോട്ട് ചെയ്ത് നോക്കുക. 2022-18 വന്ന ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ചോദ്യം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ വഖഫ് എന്നാൽ എന്താന്ന് പറഞ്ഞില്ലേ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. എന്നാൽ സക്കത്ത എന്നാൽ എന്താണെന്നും അത് ഇതേ പാഠത്തിന് ഒരുപാട് ചോദ്യങ്ങളിൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ അവിടെ പുസ്തകം അടയാളപ്പെടുത്തിട്ട് നോക്കുക. അവിടെ അടിവരട്ടാൻ പറ്റുക. ജസ്റ്റ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റാർ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ നോട്ടാക്കി എഴുതി വെക്കുക. എന്നാൽ നല്ല ഉപകാരപ്പെടും. ഓക്കെ, ഇതാണ് കേട്ടോ. ഏതാണത്? ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്തത്ത് അഥവാ സക്ത എന്ന് പറയും. അത് നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ എത്ര ഖുർആനിൽ ആകെ സക്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര ഉള്ളവരോ? 114 സൂറത്തുണ്ട്, 6000-ലധികം ആയത്തുകളുണ്ട്. ഇതിൽ ആകെ എത്ര സ്ഥലങ്ങളിലാണ് സക്ത വന്നിട്ടുണ്ട്? 4 സ്ഥലങ്ങളിലാണ്. അതും ചോദ്യം വന്നിട്ടുണ്ട്. എത്ര സ്ഥലങ്ങളിലാണ് സക്കത്ത്? നമ്മൾ നേരത്തെ കണ്ടല്ലേ 14 നമ്മൾ ചോദ്യ പുസ്തകങ്ങൾ ചോദിച്ചില്ലേ, 2018 മാത്രം ചോദ്യപേപ്പർ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. അതിൽ വന്ന ചോദ്യമാണെന്ത്, എത്ര സ്ഥലങ്ങളിലാണ് സക്കത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ? എത്രയാണ്? 4 സ്ഥലങ്ങളിൽ കേട്ടോ. സക്കത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര എന്നുള്ളത് ചോദ്യത്തിന് 4 സ്ഥലങ്ങൾ. പിന്നെ അതേപോലെ നമ്മൾ ഇത് കൺഫ്യൂഷൻ ആവരുത്തിട്ട് മക്കളെ, നമ്മൾ സുജൂദ് തിലാവ എന്നുള്ള പാടുണ്ടല്ലോ, ആ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ സജദയുടെ ആയത്തുകൾ എത്ര ചോദിക്കാറുണ്ട്. അതും ഇത് മാറരുത്, ചിലപ്പോൾ നമുക്ക് കണ്ട് മാറും. സ്ഥലം പറഞ്ഞിടത്ത് നമ്മൾ ശ്രദ്ധിങ്ങൾ മാറരുത്. അതായത് സക്കത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾ 4 എണ്ണമാണ്. സുജൂദ് തിലാവയുടെ തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്തുകൾ, സജദയുടെ സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങൾ, സുജൂദ് തിലാവയുടെ സ്ഥലങ്ങൾ എത്രയാണ് ഇതുപോലെ ചോദിക്കാറുണ്ട്. അത് മാറരുത് കേട്ടോ. അതിലും 4 ഉണ്ട്. പക്ഷെ അതെത്രയാണ്? 14 സ്ഥലങ്ങളാണ്. സുജൂദ് തിലാവ 14 സ്ഥലങ്ങളിലാണ്. ഹൗസക്കത്ത് അല്ല, സോറി, സക്കത്ത് വന്നത് എത്ര സ്ഥലങ്ങളിലാണ്? വെറും 4 സ്ഥലങ്ങളിലാണ്. അത് നോട്ട് ചെയ്ത് കേട്ടോ. പിന്നെ നിങ്ങൾ ഉദാഹരണങ്ങൾ, പിന്നെ വക്കീലമൻ റോക്ക് ഖിയാമയിൽ, ഖിയാമ ഒന്നാമത്തെ അൽക്കഹഫ് സൂറത്തിൽ എവിടെ വന്നിട്ടുള്ള ആയത്? ഈ ആയത്തിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി കേട്ടോ. ഇതിൽ അൽക്കഹഫ് സൂറത്തിൽ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ, അവിടെയാണ്. അവിടെ ഇങ്ങനെ ഒക്കെ നമ്മൾ സക്കത്ത് ചെയ്യാറാണ്. അവിടെ ശ്വാസം വിടാതെ തന്നെ നിർത്തണം. പക്ഷെ നമ്മൾ ശ്വാസം വിടാൻ പാടില്ല, അതേ ശ്വാസം കൊണ്ട് ബാക്കി ഭാഗം ഓതണം അല്ലേ. ഉദാഹരണം, വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ, അങ്ങനെ ഓതിപ്പോ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദ. അതുപോലെ യാസീൻ സൂറത്ത് നമ്മൾ എപ്പോഴും ഓതുന്ന സൂറാണ് അല്ലെ. യാസീൻ സൂറത്തിൽ എത്രയാണ്? സോറി, യാസീൻ സൂറത്തിൽ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ ഉണ്ടോ? അവിടെ മിൻ മർഖദിന, അവിടെ ഉസ്താദ് നിങ്ങളുടെ പുസ്തകത്തിൽ സീന് കാണൂല. സക്കത്തയുടെ അടയാളമായിട്ട് ഖുർആനിൽ കൊടുക്കുന്ന അക്ഷരമാണ് സീൻ കേട്ടോ. അപ്പൊ മിൻ മർഖദിന ഹാദാമ, അവിടെ സീനാണ് കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ എന്താ അതിന്റെ അർത്ഥം? അവിടെ സക്കത്ത് ചെയ്യണം എന്നാണ് കേട്ടോ. അതുപോലെ യാസീൻ സൂറത്തിൽ ആ ആയത്തിന്റെ ഭാഗം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഖിയാമയിൽ, സൂറത്തുൽ ഖിയാമയിൽ വഖീല മൻ റാഖ്, അവിടെയും സക്തുണ്ട്. അതുപോലെ സൂറത്തുൽ മുത്തഫിഫീനിൽ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അങ്ങനെ. അപ്പൊ അവിടെ ചിലപ്പോൾ എങ്ങനെ ചോദിക്കുക വെച്ചാൽ ഈ ആയത്തുകളെ ജസ്റ്റ് നമ്മൾ മനസ്സിലുണ്ടായിരിക്കുക. ഇത് കൊടുത്തിട്ട് ഇവിടെ എന്താണുള്ളതെന്ന് ചോദിക്കും ചിലപ്പോൾ. ഈ ഓരോ വക്കീല മൻ റാഖ്, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് 2021. എന്താണ് ഇവിടുത്തെ പിന്നെ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ചോദിക്കും. അപ്പോൾ വഖഫാണോ സക്തയാണോ അതൊക്കെയാണ് ചോദിക്കുക. അപ്പൊ ഈ ഉദാഹരണങ്ങൾ ജസ്റ്റ് നമ്മൾ മനസ്സിലുണ്ടായിരിക്കട്ടെ ഓരോന്നും. ഉസ്താദ് നേരത്തെ പറഞ്ഞതിൽ നമ്മൾ ചോദ്യം വന്നിരുന്നു, അതൊന്നുകൂടി സക്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ മാറണ്ട, 14 അല്ല 4 എന്നാൽ സുജൂദ് തിലാവത്തിന്റെ സുജൂദിന്റെ സ്ഥലങ്ങൾ ഖുർആനിൽ 14 അത് മാറരുത് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ നമ്മൾ 5:58 നമ്മൾ വഖഫിന്റെ അടയാളം എന്നുള്ള ഈ ഭാഗം കൂടി ജസ്റ്റ് നോക്കേണ്ടതുണ്ട്. നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് ജസ്റ്റ് ഓടിച്ചു പോവാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് തജ്വീദ് നമുക്ക് എപ്പോഴാണ് ഉണ്ടായാലും നാളെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും, ഇല്ലെങ്കിൽ വിഷയം മാറുകയാണെങ്കിലും അറിയിക്കട്ടോ. അല്ലെങ്കിൽ നാളെ നമുക്ക് ജീവിതം തുടരണമെങ്കിൽ തുടരും ചെയ്യാം.
പിന്നെ ഏതായാലും വഖഫിന്റെ അടയാളങ്ങളും വ്യാഖ്യാനങ്ങളും ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് വരിക, നമ്മൾ പേടിക്കാനൊന്നുമില്ല. കാരണം നമ്മളിതിന്റെ ഓരോന്നിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കി വെച്ചാൽ മതി. മനസ്സിലാവുക. ചിലപ്പം ഇതിന്റെ പേരും ചോദിക്കൂട്ടോ. ഖില എന്ന് പറഞ്ഞാൽ എന്താ? അൽ വഖഫ് ഔല അല്ലെ? അടയാളങ്ങളാണ് ഈ ആദ്യത്തെ കളിയിൽ കണ്ട അടയാളങ്ങളാണ്. എന്നിട്ട് അതിന്റെ പേരുകള് പിന്നീടുള്ള ഭാഗത്തെ വ്യാഖ്യാനമാണ്. അതായത് ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇപ്പൊ ഒന്നാമത്തത് ഒരു വട്ടം അല്ലെ, ഒരു വൃത്തം കണ്ടല്ലോ, നമ്മൾ ആയത്തിന്റെ അവസാനത്തിൽ ഉണ്ടാകുന്ന നമ്പറൊക്കെ ഇതിന് ആ ഭാഗം, അതിന്റെ പേര് റഅ്സ് ആയ എന്നാണ്. അതിന്റെ വ്യാഖ്യാനത്തിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് ആയത്ത് അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഇതിനധികം ചോദ്യം വന്ന ഞാൻ ഉസ്താദ് നോട്ട് അടയാളപ്പെടുത്തിയതാണ് ഈ കാണുന്ന ഖില, തോ, മീം, ജീം, സിലെ, സാ, ഖാഫ്. അതുപോലെ അവസാനത്തല്ല, അതും അപൂർവമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ 3 പുള്ളിയുള്ള 2 വട്ടം 3 പുള്ളി വീതം വന്ന ആ അടയാളങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ബാക്കി ഭാഗം പിന്നീട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത് പറഞ്ഞാൽ തീരൂല. ഇൻഷാ അല്ലാഹ് ഈ ഇത്രയും ഭാഗങ്ങൾ കേട്ടോ, ഈ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അടിവരട്ട് വെക്കുക. എന്നിട്ട് ഈ നോട്ടാക്കി എഴുതി വെക്കട്ടോ. ഈ അക്ഷരങ്ങളൊക്കെ വ്യാഖ്യാനങ്ങൾ ചോദ്യം വന്നത്. ഖില എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. തോ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യലാണ് നല്ലത്. ജീം എന്ന് പറഞ്ഞാൽ വഖഫ് ജായിസ്. ഇതിന്റെ പേരുകളും പഠിച്ചു വെക്കുക, അതിന്റെ ഉദ്ദേശങ്ങളും മനസ്സിലാക്കി വെക്കുക. പിന്നെ സിലെ അൽ വസ്ലൗല. ഓക്കെ. സായ് എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതലാണ് നല്ലത്. ഖാഫ് എന്ന് പറഞ്ഞാൽ നിർത്താമെന്ന അഭിപ്രായമുണ്ട്. പിന്നെ അതിനൊക്കെ പേരുകൾ അതും നിങ്ങളൊന്ന് മനസ്സിലാക്കി. പക്ഷെ അതിന്റെ ബാക്കി ഭാഗം തുടരാം. ഓക്കെ. സമയം അതുകൊണ്ട് കുറെ കുട്ടികൾക്ക് മദ്രസും സ്കൂൾ ഇതൊക്കെ ഉണ്ടാവും അല്ലേ? ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കി ഭാഗം പിന്നെ ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ തൗഫീഖോടുകൂടെ നമുക്ക് തുടരാം. ഓക്കെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ മക്കളെ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത്രയും ഭാഗമാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇന്നലത്തെ പോലെ ഗ്രൂപ്പിലേക്ക് അയക്കട്ടോ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് തുടരാം. ഇനിയും ദിവസങ്ങളുണ്ട്. നല്ല കാം ആൻഡ് കൂളായിട്ട് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ കുറച്ച് പഠിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് പിന്നെ തുടരാം അല്ലേ? എന്നാ നിർത്തല്ലേ? നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലോ? പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിച്ചോളിട്ട്. വോയിസ് ആയി ചോദിച്ചാലും ഉസ്താദ് കേട്ടാലും എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് അതിന് മറുപടി തരും. സംശയങ്ങളൊന്നും ഉണ്ടായിക്കാണ്ട് മുന്നോട്ട് പോകരുത്. സംശയങ്ങൾ തീർത്ത് പോകട്ടോ. ഗ്രൂപ്പിൽ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും. ഓക്കെ, നമുക്ക് സ്വലാത്ത് ചൊല്ലല്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീൽ അൻബിയാൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.